ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ മൗലിക അവകാശത്തിന് സർക്കാർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. അടുത്തിടെ നടന്ന 2-3 എക്സാമ്പിൾ വെച്ച് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ആറളം ഫാം എന്ന് പറയുന്ന സ്ഥലം, അത് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാർ വാങ്ങി ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ അതിൽ തന്നെ 2017 മറ്റോ ആണെന്ന് തോന്നുന്നു, ആറളം നിവാസികൾ ഈ പ്രശ്നം മനസ്സിലാക്കി അവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അത് ഫയൽ ചെയ്തിരുന്നു കാരണം ഈ പ്രശ്നം അവിടെ ഇന്നലെയോ തുടങ്ങിയതല്ല, കുറെ നാളുകളായിട്ട് തന്നെ അവിടെ ആ പ്രശ്നങ്ങളുണ്ട്. അതായത് ആ ആറളം ഫാമും അതുപോലെ തന്നെ ആറളം സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരുടെ വേണ്ട പ്രൊട്ടക്ഷൻ ഒരുക്കിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പാവം ആദിവാസികൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയിരുന്നില്ല. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു വയലേഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാളിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 15 തിരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 19D ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനുള്ള അവകാശം. ഈ അവകാശങ്ങൾ കംപ്ലീറ്റ് നിഷേധിക്കുന്നതായിരുന്നു. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ തന്നെ ഓഗസ്റ്റ് 5, 2021 കൃത്യമായി വിധി ഉണ്ടായതാണ്. ആ വിധിയിൽ എന്താണ് പറയുന്നത്? ഇവിടുത്തെ ആനമതിൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്രയും വേഗം 18 മാസത്തിനകം പൂർത്തീകരിക്കണമെന്നായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. സർക്കാർ 3 വർഷം സാവകാശം ചോദിച്ചു. 18 മാസമാണ് ഹൈക്കോടതി കൊടുത്തത്. അത് കൃത്യമായിട്ട് അതിന്റെ മേൽനോട്ടത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആറളത്ത് ഈ 2 സഹോദരങ്ങൾ മരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ലംഘനമാണ്. എനിക്ക് തോന്നുന്നത് ഈ പർട്ടിക്കുലർ കേസിലെല്ലാം BNS സെക്ഷൻ 104 നെഗ്ലിജൻസ് മൂലമുള്ള മരണത്തിന് ഈ ഉദ്യോഗസ്ഥരെ ചാർജ് ചെയ്യണമെന്നാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി അടക്കം ഇതുപോലെയുള്ള കുറ്റകരമായ അനാസ്ഥയ്ക്ക് ചാർജ് ചെയ്യേണ്ടതാണ്. പഴയ 304A എന്ന് പറയും, IPC-യിലെ 304A വെച്ച് ചാർജ് ചെയ്യേണ്ടതാണ്. അതാണ് ആന വിഷയത്തിൽ ഇപ്പൊ ഈ അടുത്തിടെ സംഭവിച്ചത്. ഇനി കടുവയുടെ വിഷയത്തിൽ എന്താണ് സംഭവം? കടുവയുടെ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായി മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പോയി വിധി മേടിച്ചിട്ടുള്ളതാണ്. വയനാട്ടിലെ കടുവകളുടെ എണ്ണം കൂടുതലാണ് എന്നും NTC നിഷ്കർഷിക്കുന്ന ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ വളരെ കൂടുതലാണ് എന്നും മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ബോധിപ്പിച്ച് ഞങ്ങൾ അനുകൂല വിധി നേടിയെടുത്ത് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. നിലവിലെ നിയമം ഉപയോഗിച്ച് തന്നെ വയനാട്ടിലെ കടുവകളെ പിടിച്ചു മാറ്റാൻ പറ്റും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 12BB പ്രകാരം ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആനകളെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആനകളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ ഡീൽ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടുണ്ട്. അവിടെ പറയുന്നത് ഈ ആറളം പോലെയുള്ള സ്ഥലങ്ങളിൽ, ആറളം എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ജലവാസ മേഖലകളിൽ തന്നെ സ്ഥിരം തമ്പടിക്ക് നിൽക്കുന്ന ആനകൾ അങ്ങനെ സസ്റ്റൈനബിൾ അല്ല എന്നും അത് എലിഫന്റ് എക്സ്ക്ലൂഷൻ സോൺ എന്ന് പറയുന്നത് ഉൾപ്പെടുത്തണമെന്നാണ്. അതായത് അവിടെ ആനകൾക്കും മനുഷ്യർക്കും സഹവസിക്കാൻ സാധ്യമല്ല. ആ ആനകളെ പിടിച്ച് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉള്ളത്. ഇതൊന്നും പാലിക്കപ്പെടാതെ ഹൈക്കോടതിയുടെ വിധിക്ക് തന്നെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഉടനടി നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയായി തന്നെ തുടരാൻ പോവുകയാണ്. ഞാൻ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ടൗണിനാണെങ്കിൽ കൂടി താമസിക്കുന്നതെങ്കിൽ കൂടിയും ഇവിടെ വന്യമൃഗങ്ങളെ എനിക്ക് പേടിയാണ്. എന്റെ വീടിന്റെ ഒരു 200 മീറ്റർ ദൂരെ കടുവ വന്നു. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് പോലെ കടുവകളും ആനകളും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ ഇതിന്റെ കൂടെയുണ്ട്. പക്ഷേ മൃഗങ്ങളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് ഒരു കാരണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ട് വയനാട്ടിലെ സാഹചര്യത്തിലുള്ള സെന്ന എന്ന് പറയുന്ന ഒരു വൃക്ഷം, പിന്നെ അതുപോലെ തന്നെ പ്ലാന്റേഷൻ ഭൂമി, ഇതെല്ലാം കാരണങ്ങളാണെങ്കിൽ കൂടി ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടി എന്ന് തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.